അസ്സലാമലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ കുഞ്ഞാറ്റയ്ക്ക് ഷാമോനക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടിഫിൻ റെഡിയാക്കി വെച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടായിരുന്നു, സോയാബീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചമ്മന്തി നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. നമ്മൾ ഉണക്കമുളകും ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയിട്ട് പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി പുളി ഉപ്പ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മൾ അരച്ച ചമ്മന്തി ഉണ്ടല്ലോ, എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. ചോറിലേക്ക് നല്ല ഇഷ്ടമാട്ടോ ചമ്മന്തി ഉപ്പേരി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ആ ചമ്മന്തി നല്ല ടേസ്റ്റാണ് ഉണക്കമുളകിൻ്റെ. അപ്പോൾ അതൊക്കെ അവർ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സ്കൂളിൽ ഇപ്പോൾ എല്ലാ വിഭവങ്ങളും ഉണ്ട്, പക്ഷേ ചില കറികളൊന്നും കുഞ്ഞാറ്റക്കൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ കൊടുത്തയക്കുന്നത്. പിന്നെ ഏതായാലും എനിക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അത് അവർക്കും കൂടി അങ്ങനെ കൊടുത്തയക്കട്ടെ. അപ്പോൾ അവർക്ക് അത് തുറന്ന് നമ്മൾ ഉച്ചക്കൊക്കെ ചോറിനുമ്പോൾ അതൊക്കെ തുറക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ, അപ്പോൾ അങ്ങനെ കൊടുത്തയച്ചേട്ടതാണ്. പിന്നെ അത് സ്കൂളൊക്കെ വിട്ട് വന്ന് കുട്ടികൾ ഇന്ന് ഞാൻ പറഞ്ഞ് പുറത്തൊന്നും പോയി കളിക്കണം, നല്ല മഴയാണ്. ഇവിടെ മുന്നിൽ തന്നെ തോടാണല്ലോ, ആ തോട്ടിലൊക്കെ നല്ല വെള്ളമാണ്. അപ്പോൾ അകത്തിരുന്നിട്ട് തന്നെ കളിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് രണ്ടാളും കൂടിയിട്ട് ഒരാളുടെ പാവക്കുട്ടിയും മേക്കപ്പും കാര്യങ്ങളായിട്ട് ഒരാൾ അപ്പുറത്തിരുന്ന് കളിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഷാമോനും അവൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓണിരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ഇടുന്നതിനൊന്നും ഇപ്പോൾ തീരെ വ്യൂസ് ഇല്ല, ഇപ്പോൾ കണ്ടൻറ്റുള്ള വീഡിയോകൾക്ക് മാത്രമേ വ്യൂസ് ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ കേട്ടോ. നമ്മളെ ഈ കുഞ്ഞു വ്ളോഗക്കാർ കാണാനല്ലേ. അപ്പോൾ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയൊക്കെ വേണം കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഞാൻ പറഞ്ഞ അനിയത്തി ഇപ്പം എന്താ പറയുക തലേ തേക്കണ എണ്ണയും ഷാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ അതൊക്കെ തീർന്നതുകൊണ്ട് അവർ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നമ്മൾ കഴിക്കണ വേപ്പിൻ്റെ എല്ലാം ഒരുവിധം നല്ല ആയുർവേദമുള്ള എല്ലാ ഇലകളും ഇട്ടിട്ടാണ് അവൾ ഈ പിന്നെ ഷാമ്പും ഓയിലൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളെ എന്താ പറയുക കഴിക്കണ വേപ്പിൻ്റെ ഇല, മൈലാഞ്ചി, പിന്നെ നമ്മളെന്താ ചെമ്പരത്തിയുടെ ഇല, പിന്നെ കറ്റാർവാഴ, അങ്ങനെ കുറേ ഇലകളുണ്ട് കേട്ടോ. ഒക്കെ പറയാറിയില്ല, അങ്ങനെ കുറേ ഇലകൾ കൂടി ഇട്ടിട്ടാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് നല്ല സംഭവം നല്ലതാണ് കേട്ടോ. ഞാനൊക്കെ ഇവിടെ കുഞ്ഞാറ്റക്കൊക്കെ അത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുടിയൊന്നും കൊഴിയില്ല, നല്ലൊരു ഗുണമുണ്ട് കേട്ടോ. അവിടെ കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുത്തിട്ട് നോക്കിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കലൊക്കെ തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചത് മുടിയൊക്കെ ഇതിപ്പോൾ നമ്മളിതൊന്നും ചെയ്യാതെ നമ്മൾ പുറത്തേക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും മുടി കൊഴി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ നമ്മളെ മക്കൾക്ക് പരീക്ഷിച്ച് നോക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ അത് പുറത്തൊക്കെ കൊടുക്കൽ തുടങ്ങിയത്. ഇപ്പോൾ അവൾക്ക് നല്ല പോവുന്നുണ്ട് കേട്ടോ, ഈ സംഭവങ്ങളൊക്കെ നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ കാക്കാൻ്റെ മക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്ത് വിടുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് വിട്ടാട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ എന്താ പറയുക ഓയിലോ ഷാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവളുടെ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതിയിട്ട്. അവളെ ചാനലിലുണ്ടാവുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയിട്ടാ. പിന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതിയിട്ടാ. അപ്പോൾ ഞാൻ അവളുടെ നമ്പർ തരണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ. പിന്നെ ഈ മഴയും എന്താ പറയുക, മഴയാണെങ്കിൽ നല്ല മഴ അല്ലേ. ഇപ്പം അടച്ചു പിടിച്ച 3 ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു. മഴ സംഭവം നല്ലതാണല്ലേ, വെള്ളവും കാര്യങ്ങളും ഇപ്പോൾ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല സംഭവം തന്നെയുണ്ട്. പക്ഷെ അടഞ്ഞു പിടിച്ച മഴ ആകുമ്പോൾ നമുക്ക് തിരുമ്പിയത് ഉണങ്ങാനും ഇതിനൊക്കെ പാടാവില്ല. കുട്ടികൾക്ക് ഈ സ്കൂളത്തെ യൂണിഫോം ഉണങ്ങാൻ ഭയങ്കര പാടാണല്ലോ. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ മഴ ഇതൊക്കെ ആയ കാരണം അവർ നനഞ്ഞിട്ടൊക്കെ ഇതാവണമെന്ന് എന്തായാലും യൂണിഫോമിലൊക്കെ ആകെ ചളിയാവും. അപ്പോൾ ഒരു ദിവസം ഇട്ടാൽ എന്തായാലും ഒരു ദിവസം ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത് തിരുമ്പിയിട്ട് ഉണങ്ങിയാൽ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് മഴ കാരണം, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് അവൾ വെളിച്ചെണ്ണ കഥ കാച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മയും ആങ്ങളുടെ മക്കളൊക്കെ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് ഇത് ഉണ്ടാക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് അവർ പിന്നെ ഇങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ഞാൻ 2-3 ഇപ്പോൾ വീഡിയോ അങ്ങനെ ഇടലില്ല, എപ്പോഴേലൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ. അത് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ അതുകൊണ്ടാണ് ഇടാനൊക്കെ മടി. അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഈ എണ്ണ കാച്ചലും ഷാമ്പു ഉണ്ടാക്കലൊക്കെ അത് അവിടെ ആണെങ്കിൽ അത് നടക്കുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായില്ല, ഇവിടെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ ഈ മാസം കിട്ടണ പൈസ തന്നെയല്ലേ, അപ്പോൾ അത് നമുക്ക് മാസം പൈസ വരുമ്പോൾ തന്നെ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മളെ കയ്യിൽ സമ്പാദ്യം എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം അവിടെ പിന്നെ ഞാൻ കടയിൽ ഇതിലൊക്കെ പോയിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ കുഴപ്പമില്ലാതെ പോയിരുന്നതാണ് കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടാണ്. പിന്നെ പൈസ അയക്കാനൊക്കെ വൈകുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണല്ലേ. എന്തായാലും പഠിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാവരും മാറ്റി തരട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര എല്ലാവർക്കും അസ്സലാമു അലൈക്കും.